ലോകമെമ്പാടുമുള്ള ഉഷ്ണമേഖലാ സമുദ്രങ്ങളിലെ പവിഴപ്പുറ്റുകളിൽ ജീവിക്കുന്ന ഒരിനം മത്സ്യമാണ് പാരറ്റ് ഫിഷ്. റാസസ് ഫാമിലിയിലെ ഉപകുടുംബമായ സ്കരിനിയിൽ ഉൾപ്പെടുന്ന ഈ മത്സ്യങ്ങൾക്കിടയിൽ 80-ലേറെ ഇനങ്ങളുണ്ട്. ഗ്രീൻ ഹംഹെഡ് പാരറ്റ് ഫിഷാണ് കൂട്ടത്തിലെ വമ്പൻ. ഏതാണ്ട് 1.5 മീറ്റർ വരെ നീളത്തിലും 75 കിലോഗ്രാം വരെ ഭാരത്തിലും ഇവ വളരും. പാരറ്റ് ഫിഷിന് 1000 പല്ലുകളുണ്ട്. പക്ഷേ ഈ പല്ലുകൾ മറ്റ് മത്സ്യങ്ങളുടേതുപോലെ വേർതിരിഞ്ഞല്ല കാണപ്പെടുന്നത്. പകരം 100 കണക്കിന് ചെറിയ പല്ലുകൾ പരസ്പരം ചേർന്ന് ഒരു തത്തയുടെ കൊക്ക് പോലെ കാണപ്പെടുന്നു. അതുകൊണ്ടാണ് ഇവരെ പാരറ്റ് ഫിഷുകളെന്ന് വിളിക്കുന്നത്. ശക്തമായ ഈ പല്ലുകൾ ഉപയോഗിച്ച് പവിഴപ്പുറ്റുകളിൽ പറ്റിപ്പിടിച്ച് വളരുന്ന ആൽഗകളെ ഇവർ ചുരണ്ടി തിന്നും. ചിലയിനം ആൽഗകൾ പവിഴപ്പുറ്റുകളെ നശിപ്പിക്കുന്നു. അത്തരം ആൽഗകളെ ചുരണ്ടി തിന്നുന്നതിലൂടെ ഇവർ പവിഴപ്പുറ്റുകളെ രക്ഷിക്കുന്നു. ഇങ്ങനെ ആൽഗകൾ ചുരണ്ടിയെടുക്കുന്ന കൂട്ടത്തിൽ വളരെ ചെറിയ അളവിൽ പവിഴപ്പുറ്റുകളും ഇവർ കടിച്ചെടുക്കാറുണ്ട്. ഈ പവിഴ കഷ്ണങ്ങളെ ഫറഞ്ചിയൽ ടീത്ത് എന്നറിയപ്പെടുന്ന തൊണ്ടയിലുള്ള പ്രത്യേക പല്ലുകൾ ഉപയോഗിച്ച് അവർ പൊടിച്ചെടുക്കും. പക്ഷേ പവിഴപ്പുറ്റുകളിലുള്ള കഠിനമായ കാൽസ്യം കാർബണേറ്റ് ദഹിക്കില്ല. അത് വെളുത്ത നിറത്തിലുള്ള നേർത്ത മണലായി വിസർജ്യത്തിലൂടെ പുറന്തള്ളും. ഒരു പാരറ്റ് ഫിഷ് ഒരു വർഷം 100 കണക്കിന് കിലോഗ്രാം വരെ കാൽസ്യം കാർബണേറ്റ് തരികൾ പുറന്തള്ളും. ഇങ്ങനെ ആയിരക്കണക്കിന് പാരറ്റ് ഫിഷുകൾ വർഷങ്ങളോളം പുറന്തള്ളുന്ന കാൽസ്യം കാർബണേറ്റ് തരികളാണ് ഉഷ്ണമേഖലാ ദ്വീപുകളിലും കടൽ തീരങ്ങളിലുമുള്ള വെളുത്ത മണലിൻ്റെ പ്രധാന ഉറവിടം. കഠിനമായ പവിഴപ്പുറ്റ് ചുരണ്ടുന്നതിനാൽ ഈ മത്സ്യങ്ങളുടെ പല്ലുകൾ തേഞ്ഞു പോകുമെങ്കിലും പുതിയ പല്ലുകൾ തുടർച്ചയായി വളർന്നു വരും. ചിലയിനം പാരറ്റ് ഫിഷുകളിൽ എല്ലാ മത്സ്യങ്ങളും പെണ്ണായി ജനിക്കുന്നു. പിന്നീട് പ്രായപൂർത്തിയാകുമ്പോൾ അവയിൽ ചിലത് ലിംഗമാറ്റം സംഭവിച്ച് ആണായി മാറും. ഇതിനെ പ്രോട്ടോജൈനസ് ഹെർമാഫ്രോഡൈറ്റിസം എന്ന് പറയുന്നു. ചില പാരറ്റ് ഫിഷുകൾ വിശ്രമിക്കുന്നതിന് മുൻപ് ശരീരത്തിന് ചുറ്റുമായി മ്യൂക്കസ് കൊണ്ട് സുതാര്യമായ ഒരു കൊക്കൂൺ നിർമ്മിക്കുന്നു. അതോടെ വേട്ടക്കാർക്ക് അവരുടെ ഗന്ധം തിരിച്ചറിയാൻ പറ്റാതെ വരും. അങ്ങനെ അവർ രക്ഷപ്പെടും.